154 റൺസ് വിജയലക്ഷ്യം വെറും 10 ഓവറിലാണ് തീർത്തത്. കഴിഞ്ഞ മത്സരത്തിന് ശേഷം സാന്നർ ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞിരുന്നു, ഇന്ത്യക്കെതിരെ 300 അടിച്ചാൽ പോലും ഒരു സേഫ് ടോട്ടലല്ല എന്ന് പറയുന്നു. ഇത്തവണ അടിച്ചത് അതിൻ്റെ പകുതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി ഓവറിൽ തന്നെ ഇന്ത്യ തീർത്തും ചെയ്തു. 150 റൺസ് 10 ഓവറിൽ ഇന്ത്യ തീർക്കുന്നു. നിരാശപ്പെടുത്തിയത് സഞ്ജു മാത്രം. എങ്ങനെയാണ് മത്സരത്തെ കാണുന്നത്? തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകര ആധികാരികമായിട്ടുള്ള ജയമാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളും ഇതേപോലെ തന്നെയാണ് ഇന്ത്യ ജയിച്ചിട്ടുള്ളത്. 3-ാം മത്സരത്തിലേക്ക് വരുമ്പോഴും ഇന്ത്യ ആ ഒരു അപ്രമാദിത്യം, T20യിലെ അപ്രമാദിത്യം നമ്മൾ കൃത്യമായിട്ട് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ചും 10 ഓവറിൽ 155 റൺസ് എന്ന് പറയുമ്പോൾ 60 പന്തിലാണ്. 60 പന്തിൽ 200-ലേറെ സ്ട്രൈക്ക് റേറ്റിലാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു ബാറ്റർമാർ പോലും ഭയത്തോടെയല്ല കളിച്ചത്. അപ്രോച്ച് കൃത്യമായിരുന്നു. സഞ്ജു സാംസൺ നിരാശപ്പെടുത്തി എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷേ അപ്പുറത്ത് സഞ്ജു ഔട്ടായ അതേ ഓവറിൽ തന്നെ ഇഷാൻ കിഷൻ ഇറങ്ങുന്നു. ഇഷാൻ കിഷൻ 2 സിക്സ് അടിച്ചിട്ടാണ് അതേ ബോളർ മാറ്റ് ഹെൻറി സ്വീകരിക്കുന്നത്. അതിനുശേഷം ഒരു ബൗണ്ടറി നേടുന്നു. പിന്നെയുള്ളത് അഭിഷേക് ശർമ്മ 14 പന്തിൽ 50 നേടുന്നു. സൂര്യകുമാർ യാദവ് ബാക്ക് ടു ഫോം. കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം ഫോമായിട്ടുണ്ട്. അപ്പോൾ ആ ഇന്ത്യ ഒരു പ്രോസസ്സാണ്. അതായത് ഒരു സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രോസസ്സിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ T20 ലോകകപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രോസസ്സ് അങ്ങനെ തന്നെ അതായത് കൃത്യമായിട്ട് ഉള്ള ഒരു സംവിധാനം ഇന്ത്യക്ക് കിട്ടി എന്നുള്ളതാണ്. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം ഇന്ത്യ എങ്ങനെ പോകുന്നു, എങ്ങനെയാണ് പോവേണ്ടത് എന്നുള്ള ഒരു സൊല്യൂഷൻ ഇന്ത്യക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ മത്സരവും കഴിഞ്ഞ മത്സരവും അതിന് മുമ്പത്തെ മത്സരമൊക്കെ നമുക്ക് മുമ്പിൽ തെളിയിക്കുന്നൊരു കാര്യം. ഇപ്പം സഞ്ജു നിരാശപ്പെടുത്തി എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷെ അത്രയും സമ്മർദ്ദത്തിലാണ് അദ്ദേഹം കളിക്കുന്നത്. മാത്രമല്ല സമ്മർദ്ദത്തെ അതിജീവിക്കുന്നവരാണ് ചാമ്പ്യൻ പ്ലെയർ. അതാണ് സത്യം. സമ്മർദ്ദത്തെ അതിജീവിക്കുന്നവരാണ് വിജയികൾ. ശരിയാണ്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം ഡേ ആയിരുന്നു ഇത്. പക്ഷേ മേ ബി അടുത്ത 2 മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അവസരത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു പരാജയമായിരുന്നു ഇത്. ഫസ്റ്റ് പന്തിൽ തന്നെ അദ്ദേഹം ഇന്നത്തെ സഞ്ജുവിൻ്റെ അപ്രോച്ച് പോലും സഞ്ജു ക്രീസിലേക്ക് നടക്കുന്നത് പോലെ ഒരു വല്ലാത്തൊരു ടെൻഷൻ, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു മുഖമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സഞ്ജു ഫസ്റ്റ് പന്തിൽ തന്നെ ഔട്ടാവുന്നു. അതും ബാക്ക് ഫുട്ടിലേക്ക് ഇറങ്ങി നിന്ന് അത് ഡിഫെൻഡ് ചെയ്യുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. ആ പന്തും നല്ലൊരു പന്തായിരുന്നു. അത് മാറ്റ് ഹെൻറി ഈ മത്സരത്തിൽ എറിഞ്ഞ ഏറ്റവും നല്ല പന്തായിരുന്നു അത്. ആ പന്തിൽ തന്നെ സഞ്ജു ഔട്ടായി. അതും ഗോൾഡൻ ഡക്ക് എന്ന് പറയുമ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നമുക്കറിയാം സഞ്ജു പ്രത്യേകിച്ചും ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ ഒരൊറ്റ മുണ്ട് കണ്ടിടത്തെല്ലാം ഓർത്തു ഞാൻ നാടിനെ എന്ന് മുമ്പ് വൈലോപ്പള്ളി വാശിയിട്ടുണ്ട്. അപ്പം സഞ്ജുവിനെ കാണുമ്പോൾ നമ്മളുടെ ഒരു മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് നമുക്ക് ഉള്ളത്. അപ്പം സഞ്ജു ഈ ഒരു നിരാശപ്പെടുത്തിയ പ്രകടനം കൂടി ആയതോടുകൂടി തിരുവനന്തപുരത്തെ ഈ 31-ാം തീയതി വരുന്ന 5-ാം T20യിൽ അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യം പോലും ആശങ്കപ്പെടുത്തുന്നതാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. പക്ഷേ സഞ്ജു തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത്.